തളിപ്പറമ്പ് സീഡ് സൊസൈറ്റി വഴി സ്പിയാർട്സ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ഏജൻസിയിൽ പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം ബുക്ക് ചെയ്തവർക്ക് പണം തിരിച്ചു കിട്ടുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് സീഡ് തളിപ്പറമ്പ് ഭാരവാഹികൾ. സ്പിയാർട്സ് അവതരിപ്പിച്ച സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും സീഡ് സൊസൈറ്റി നേരിട്ട് ആരിൽ നിന്നും പണം പിരിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്പിയാർട്സ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളിൽ നിന്ന് പകുതി വിലയ്ക്ക് സ്കൂട്ടി നൽകാമെന്ന വാഗ്ദാനത്തിൽ 60,000 രൂപ വീതം മുൻകൂർ വാങ്ങിയിരുന്നു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞും സ്കൂട്ടി ലഭിക്കാതായതോടെയാണ് വിവിധ മേഖലകളിൽ നിന്നും പരാതികൾ ഉയർന്നത്. തളിപ്പറമ്പിലും സമാനമായ രീതിയിൽ 30-ലേറെ പരാതികൾ പോലീസിന് ലഭിച്ചതോടെയാണ് തളിപ്പറമ്പ് സീഡ് ഭാരവാഹികൾ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തിയത്. സ്പിയാർട്സ് വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ശേഖരിച്ച് നിരവധി ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് തളിപ്പറമ്പ് ആസ്ഥാനമായി സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി രൂപീകരിച്ചത്. 10 പഞ്ചായത്തുകളും 2 നഗരസഭകളുമാണ് പ്രവർത്തന പരിധി. ഇവയുൾപ്പെടുന്ന 12 ക്ലസ്റ്ററുകളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 10 കോർഡിനേറ്റർമാരും 35 പ്രൊമോട്ടർമാരുമാണ് ഉള്ളത്. സൊസൈറ്റിയിലെ 2200 അംഗങ്ങളിൽ 1600 അംഗങ്ങൾ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പുകളും ഭക്ഷ്യക്കിറ്റുകളും കുടിവെള്ള ടാങ്കുകളും തയ്യൽ മെഷീനുകളും പഠന കിറ്റുകളും വിതരണം ചെയ്തിരുന്നു. ഇരുചക്രവാഹനത്തിനായി 425 പേരിൽ നിന്നും 60,000-ഓളം രൂപ വീതം സ്പിയാർട്സ് ചെയർമാൻ ഇടുക്കി സ്വദേശി CV അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നൽകിയിരുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മൂവാറ്റുപുഴയിൽ അനന്തകൃഷ്ണന്റെ പേരിൽ കേസ് വരികയും അറസ്റ്റിലാവുകയും ചെയ്ത സംഭവം സീഡ് സൊസൈറ്റി ഭാരവാഹികളെയും ഗുണഭോക്താക്കളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഗുണഭോക്തൃവിഹിതം തിരിച്ചു നൽകുന്നതിനായി എല്ലാ നടപടികളും നടത്തുമെന്നും തളിപ്പറമ്പ് സീഡ് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തനം മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചു. കാരണം ജനങ്ങൾക്ക് 1 രൂപ പോലും കിട്ടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഒരാൾക്ക് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ വാർത്ത പറയുന്നത് ഞങ്ങൾ കംപ്ലൈന്റ് ചതിയന്മാരായി വഞ്ചകരായി വിശ്വാസവഞ്ചന ചെയ്ത ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കേസെട്ടെന്ന് വരുന്നു. അന്ന് ഇയാൾ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന സമയത്ത് 4 മണിക്ക് ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് നടക്കണം. എല്ലാ സ്കൂട്ടി ഉപഭോക്താക്കൾക്കും ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയും, നമ്മളെല്ലാ പദ്ധതിയിലും ഉണ്ടാവില്ല. ആദ്യം ടോക്കൺ കൊടുക്കുന്ന 100 ആൾക്ക് ഇന്ന സമയത്ത് വണ്ടി കൊടുക്കും. ഫെബ്രുവരി 1 മുതൽ ഇംപ്ലിമെന്റ് ആരംഭിക്കുന്നത്. ഈ ഫെബ്രുവരി നാളെ 10 മണിക്ക് വണ്ടി വിതരണത്തിന്റെ ഫണ്ട് റിലീസ് ചെയ്യുമെന്ന് പറയലും 30-ാം തീയതിയാണ് ആ മീറ്റിംഗിന്റെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. അതിന് ചില ദുരോധനങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിൽ എന്ത് ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിന് എതിർക്കാൻ ആൾക്കാരുണ്ടാവും. ജനങ്ങളിൽ നിന്ന് വാങ്ങിയ പൈസ അതേപോലെ തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന ആ പ്രൊഡക്റ്റ് കൊടുക്കുകയോ ചെയ്യണം എന്നതാണ് തളിപ്പറമ്പ് സീഡ് പറയുന്നത്. കാരണം ഒരാളുടെ പോലും 1 പൈസ ഇതിന് നഷ്ടപ്പെട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് 1 പൈസ ഉണ്ടാക്കുന്നവരല്ല. നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. കാരണം മെമ്പർഷിപ്പിൽ നമുക്ക് ഈ മെമ്പർഷിപ്പ് ചേർത്തവർക്ക് കിട്ടുന്ന ഒരു ചെറിയ വേതനമുണ്ട്. ആ വേതനം പോലും ഈ സീഡിന്റെ പ്രവർത്തനത്തിൽ മാത്രം ഉപയോഗിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എടുക്കരുത്. അങ്ങനെ ഞങ്ങളെ ചാരിറ്റി ബേസ്ഡ് ആയിട്ട് മാത്രം നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. സുബൈർ സൂപ്പർവിഷൻ, KP ജയചന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ, AV പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.